ഗായ്സ് വെൽക്കം ടു ഗിച്ചൂസ് വേൾഡ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ ഒരു iOSലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന വിവോ 1820 ഒരു പഴയ മോഡൽ ഫോണാണ്. അപ്പം ഈ ഒരു പഴയ മോഡൽ ഫോണിലാണ് ഞാൻ iOS ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ് അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് iOS 26 ഇതൊരു അപ്ഡേറ്റ് വന്നപ്പോൾ ഇങ്ങനെയതാണ്. ശരിക്കും ഇതൊരു iOS 18 ലോഞ്ചറാണ്. ഇത് ഞാൻ നേരത്തെ കയറ്റി ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് അത് വീണ്ടും കയറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നേരെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ മെയ്ക്ക് ഏറ്റവും അവസാനം കിടക്കുന്ന മെയ്ക്ക് ഡാഫിൾഡ് ലോഞ്ചർ എന്ന് പറഞ്ഞൊരു ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ iOS ലോഞ്ചർ എന്ന് പറഞ്ഞ സെറ്റ് iOS ലോഞ്ചർ ഈസ് ഡാഫിൾഡ് ലോഞ്ചർ ക്യാൻസലും ഓക്കെയും തരും. നമ്മൾ ഓക്കെ കയറുമ്പോൾ വലിയ കാര്യത്തിലൊന്നും ചെയ്യാനില്ല. ഡാഫിൾഡ് ആപ്സിലേക്ക് കയറും. ഹോം സ്ക്രീൻ ആപ്സ് എന്ന് വരുമ്പോൾ അവിടെ വിവോ ഹോം സ്ക്രീൻ ആയിരിക്കും കിടക്കുന്നത്. അവിടെ രണ്ടാമത്തെ ഒരു ഹോം സ്ക്രീൻ കാണുന്നുണ്ട് നിങ്ങൾ. ആ ഹോം സ്ക്രീനാണ് കേട്ടോ ഗൈസ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് iOS 26 ബേറ്റയുടെ ഒരു വാൾപേപ്പർ, ഒരു 18-ൻ്റെ വാൾപേപ്പറും തരുന്നുണ്ട്. പിന്നെ ആനിമേഷൻസ്, ഈ പെർലാക്സ് സൂം വാൾപേപ്പർ ആനിമേഷൻ ഓൺ ചെയ്തിട്ട് അപ്ലൈ വരുന്നത് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാഫിൾഡ് വാൾപേപ്പർ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അപ്ലൈ കൊടുക്കുമ്പോൾ സെറ്റ് ടു ഡെസ്ക് ടോപ്പ്, സെറ്റ് ടു ലോക്ക് സ്ക്രീൻ ആണ് ഡെസ്ക് ടോപ്പ് വരും. നമ്മൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അപ്ലൈഡ് ആയിട്ടുണ്ട് അത്. പിന്നെ ലേ ഔട്ട് വരും. ഡാർക്ക് മോഡ്, നിങ്ങൾക്ക് ഡാർക്ക് മോഡാണോ വൈറ്റ് മോഡാണോ ഏത് വേണമെങ്കിലും ഇടാം. പിന്നെ പാഡിങ് ബോട്ടം ഓൺ ചെയ്തിടണം. ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് കാട്ടിയതാണ്. iOS 8 നമുക്ക് ആവശ്യമില്ല, കാരണം അത് പണ്ടത്തെ ഫോണിൻ്റെയാണ്. iOS 8-ൻ്റെ ഒരു ഇതാണ്. അപ്പോൾ പാഡിങ് ബോട്ടം ഇവിടെ നമുക്ക് ഐക്കൺ സൈസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ലിക്വിഡ് ഗ്ലാസ്, അത് ഈ അപ്ഡേറ്റ് വന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാനിത് 18 ഈ ഒരു ആപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ഉപയോഗിച്ചതാണ്. പിന്നെ ബ്ലർ എഫക്റ്റ്, ബ്ലർ ഡോക്ക്, ബ്ലർ ഫോൾഡർ, ബ്ലർ വിഡ്ജറ്റ്, ബ്ലർ സെർച്ച് ബാർ, ഇതെല്ലാം ഓൺ ചെയ്തിടണം. ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ഓൺ ചെയ്തിടുക. ചേഞ്ച് ഐക്കൺ എന്ന് വരും. ഇവിടെ നിങ്ങളുടെ ഐക്കൺസിൻ്റെ, നിങ്ങളുടെ ഫോണിൻ്റെ ഡാഫിൾഡ് ഐക്കൺ ഉണ്ടല്ലോ, ആ ഐക്കൺ കളറായിരിക്കും. നിങ്ങൾക്ക് ഇത് ഈ രണ്ടാമത്തെ, ഞാനിപ്പോൾ ഇതുണ്ടോ എൻ്റെ വിവോ ഹോം സ്ക്രീനിലെ ഇതാണ് ഇത്. ഈ രണ്ടാമത്തെ ഒരു എഡിറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ആപ്സിൻ്റെയും ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഐക്കണിൽ കയറി ആൽബത്തിൻ്റെ അടുത്ത് ആൽബത്തിടണം. പിന്നെ കാൽക്കുലേറ്ററിൻ്റെ അങ്ങനെ ഇടാം. ബ്രൗസറിൻ്റെ സഫാരി ബ്രൗസറാണ് iOS വരുന്നത്. ആ ഒരു ഐക്കൺ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോഞ്ചറിലും വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് ഇതിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ ഗൈസ്. കാരണം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇതുണ്ടോ, പ്ലേ സ്റ്റോർ, ഐക്കൺ മാത്രം ചേഞ്ചായി. പ്ലേ സ്റ്റോർ നമുക്ക് ആപ്പ് സ്റ്റോറിലേക്ക് ഇങ്ങനെ, ഞാൻ ഇപ്പം പ്ലേ സ്റ്റോർ ഇങ്ങനെ ആപ്പ് സ്റ്റോറിലേക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് മാറ്റാമെന്നതാണ്. അപ്പം ഇനിയും വേറെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അത് വീണ്ടും ബാക്കായി. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് iOSൻ്റെ ലോക്ക് സ്ക്രീൻ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ iOS ലോക്ക് സ്ക്രീൻ, ഈ 3 ആപ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്സാണ്. അസിസ്റ്റീവ് ടച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. കൺട്രോൾ സെൻറ്റർ എന്ന് വെച്ചാൽ നാവിഗേഷൻ ബാർ, നമ്മൾ നെറ്റൊക്കെ ഓൺ ചെയ്യണ സാധനമല്ലേ, ഈ വിവോ 1820 അത് താഴേന്നാണ് കേട്ടോ ഗൈസ് വരുന്നത്. കണ്ടോ, അല്ലാത്ത ഫോണൊക്കെ മുകളിൽ നിന്ന് വരും. ഇത് പഴയ ഒരു ഫോണാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താഴേന്നാണ് കേട്ടോ നാവിഗേഷൻ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ വരുന്നത്.
പിന്നെ ലോക്ക് സ്ക്രീൻ ഇതിൻ്റെ അകത്ത് വരുന്ന ലോക്ക് സ്ക്രീൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ലോക്ക് സ്ക്രീൻ്റെയും കൺട്രോൾ സെൻറ്ററിൻ്റെയും അസിസ്റ്റീവ് ടച്ചിൻ്റെയും വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം ഇടുന്നതാണ്. അപ്പം നമുക്ക് ഫുള്ളി ഒരു ഐഫോണിൻ്റെ ലുക്കായിട്ടുണ്ട് ഈ ഫോണിന്. ഇനി നമുക്ക് നേരെ സെറ്റിങ്സിൽ കയറിയിട്ട് സിസ്റ്റം നാവിഗേഷൻ കൊടുത്ത് നാവിഗേഷൻ ഗസ്റ്റേഴ്സും കൊടുത്താൽ മതി. നമുക്കിപ്പം ഇത് ഐഫോണിൻ്റെ പോലെ നാവിഗേഷൻ ആയിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.